പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിന്റെ വേരറുക്കുമെന്ന പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മമതാ ബാനർജിയുടെ പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിച്ച് 2026-ൽ BJP ബംഗാളിൽ അധികാരത്തിലേറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായാണ് അമിത്ഷാ ബംഗാളിലെത്തുന്നത്. തൃണമൂൽ സർക്കാരിനെയും മമതാ ബാനർജിയെയും വിമർശിച്ചായിരുന്നു പ്രസംഗം. സംസ്ഥാനത്തിന്റെ ഭാവി അടുത്ത തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചായിരിക്കുമെന്ന് കൊൽക്കത്തയിൽ നടന്ന പൊതുയോഗത്തിൽ അമിത്ഷാ പറഞ്ഞു. ബംഗ്ലാദേശികൾക്കായി മമതാ ബാനർജി അതിർത്തി തുറന്നിട്ടു. ഇവിടേക്കുള്ള നുഴഞ്ഞുകയറ്റം തടയാൻ BJPക്ക് മാത്രമേ സാധിക്കൂ, കേന്ദ്രമന്ത്രി പറഞ്ഞു. മുർഷിദാബാദ് കലാപം സ്റ്റേറ്റ് സ്പോൺസേഡ് കലാപമായിരുന്നുവെന്ന് അമിത്ഷാ ആരോപിച്ചു. അക്രമം നിയന്ത്രിക്കാൻ BSFനെ വിന്യസിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടും തൃണമൂൽ സർക്കാർ അത് അനുവദിച്ചില്ല. മുസ്ലിം വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താനാണ് ഓപ്പറേഷൻ സിന്ദൂറിനെയും വഖഫ് ഭേദഗതി നിയമത്തെയും മമതാ ബാനർജി എതിർക്കുന്നത്. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മമതാ ബാനർജി മുഖ്യമന്ത്രിയായി തുടരില്ല. ഇത് BJPയുടെ ഉറപ്പെന്നും അമിത്ഷാ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.